ആന്ധ്രാപ്രദേശിൽ അനന്തപൂരാണ്. ലേപാക്ഷി എന്നൊരു സ്ഥലത്താണ്. അവിടെ ക്ഷേത്രമുണ്ട്, ലേപാക്ഷി ക്ഷേത്രം. വീരഭദ്രസ്വാമിയുടെ ക്ഷേത്രമാണത്. ഒരുപാട് അതിശയങ്ങളും അത്ഭുതങ്ങളും അതുപോലെ വിസ്മയിപ്പിക്കുന്ന കൊത്തുപണികളുമാണ് ഈ ക്ഷേത്രത്തിലേത്. ഒരു വലിയ പാറയിൽ കൊത്തിത്തീർത്ത ഒരു ക്ഷേത്രമാണ്. ദസറയുടെ ആഘോഷമാണ്. അപ്പോൾ ഇന്ന് അതിൻ്റെ സംഘാടകരാണ് ആ അമ്പലത്തിൻ്റെ നടുമുറ്റത്തെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സെക്കൻഡ് മുറ്റം എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കത് പറയാനേ അറിയത്തുള്ളൂ. 2 മുറ്റങ്ങളാണ് ഞാൻ കയറി ചെന്നപ്പോൾ കണ്ടത്. അപ്പോൾ ആ മുറ്റത്തിരുന്ന് സവോളയും മറ്റവരുടെ പച്ചക്കറികളൊക്കെ അരിയുകയാണ്. കണ്ടിട്ട് നല്ല അടിപൊളി സെറ്റപ്പാണെന്ന് തോന്നുന്നു. ക്ഷേത്രത്തിന് താഴെയായിട്ടൊരു വലിയ ആൽമരം നിൽപ്പുണ്ട്. അതിഭീകരമായൊരു മരമാണ്, വലിയ വൃക്ഷം. അപ്പോൾ അതിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ കയറി വന്നതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കൂറ്റൻ മതിലാണ്. ഏകദേശം ഒരു 15 അടി ഹൈറ്റിൽ ഒരു 60 അടി നീളമെങ്കിലും കാണും. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ മുഖവാരം. അപ്പോൾ നമ്മൾ ആ മുഖവാരത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അതും ഫുള്ളായിട്ട് കരിങ്കല്ലിൽ കൊത്തിത്തീർത്തിരിക്കുന്ന ഒരു നിർമ്മാണ പ്രവൃത്തിയാണ്. ഒരു കട്ട പോലും അവിടെ പണിതിട്ടില്ല. അതിൻ്റെ കട്ടിളയും അതിൻ്റെ പടികളും എല്ലാം കല്ലാണ്. അതിൻ്റെ കട്ടകളെല്ലാം ആ കാണുന്ന കട്ടകളല്ല, അത് കൽപ്പാളികളിങ്ങനെ ചരിച്ചു വെച്ച് പണിതിരിക്കുന്നതാണ്. ആകെയുള്ളൊരു മരം എന്ന് പറയുന്ന ആ ഡോറ് മാത്രമാണ്. എങ്ങനെ സാധിച്ചു ഇതെന്ന് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. നമ്മൾ അവിടെ നിന്ന് നേരെ സോപാനത്തിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുമ്പോൾ എന്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ആ കൊത്തുപണി. അതിൻ്റെ ചേർന്ന് തന്നെ മുറ്റത്ത് ഒരു കൊടിമരത്തോട് ചേർന്നൊരു തുളസിത്തറ പോലെ ഒരു ഭാഗം, അതിന് ചേർത്ത് തന്നെ ഒരു കൊത്തുപണിയുള്ള കൽത്തൂണ്. അതിൻ്റെ ഓരോ കൊത്തുപണികളും നമുക്ക് ചിന്തിക്കാനോ ചെയ്യാനോ കഴിയില്ല. കാരണം നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമാണത്. ഒരു സ്വർണം പൂശിയ ഒരു കൊടിമരം, അതിൻ്റെ ആ ഭിത്തി. ഇത് ക്ഷേത്രമല്ല, ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ ഇനിയും അപ്പുറം ഒരു സ്ഥലം കൂടി ഉണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ കയറി വന്നിട്ട് നമ്മൾ ഈ മുറ്റത്ത് നിന്ന് ആ കാണുന്ന മതിലകത്ത് കയറുമ്പോൾ ക്ഷേത്രം. ഇതിന് ചുറ്റമ്പലം എന്ന് വേണമെങ്കിൽ പറയാം. ഈ ചുറ്റമ്പലത്തിൽ തൂണുകൾ കൊണ്ട് ഇങ്ങനെ ഒരു ചുറ്റമ്പലം വെച്ചിരിക്കുന്നത്. ആ തൂണുകളെല്ലാം കരിങ്കല്ലാണ്. എങ്ങനെ അങ്ങനെ കൊത്തിയിടുന്നു അറിയത്തില്ല. കാരണം അതിൻ്റെ ആ വിടവൊക്കെ ഉണ്ടോ, അതൊരു ഒറ്റ കല്ലേലാണ് അത് കുത്തിയെടുത്തേക്കുന്നത്. 100 കണക്കിന് തൂണുകളാണ്. ഏതാണ്ട് ഏക്കറേജോളം വിസ്തരിച്ച് കിടക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇതിൻ്റെ ഒരു സൈഡ് തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ ഒന്ന് ചിത്രീകരിച്ചെടുക്കണമെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല. എന്ത് കാഠിന്യമുള്ള കല്ലാന്ന് പറയുമ്പോൾ അത് എങ്ങനെ കുത്തിയെടുത്തപ്പോൾ അതിൻ്റെ ആ വിടവും ഒന്ന് തട്ടിയാൽ പോകുന്ന അത്രയും ഒക്കെ തോന്നിപ്പോകും. പക്ഷേ നല്ല ബലത്തിലാണ് നിൽക്കുന്നത്. ഓരോ തൂണും എടുത്ത് വെച്ച് അസംബിൾ ചെയ്തിരിക്കുന്ന ഒരു ചുറ്റമ്പലമാണ്. അതിൻ്റെ മേൽക്കൂര എന്ന് പറയുന്ന കൽപ്പാളികളാണ്. കരിങ്കല്ല് കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കണമെങ്കിൽ അന്നത്തെ സാങ്കേതിക വിദ്യ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇന്ന് ഇത്രയും മിഷണറികളും ഇത്രയും സാങ്കേതിക വിദ്യ ഉണ്ടായിട്ട് ഇതുപോലെ ഒരു തൂണ് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ കഴിയുന്നില്ല. അതും ഏക്കറേജ് കണക്കിന് ഏതാണ്ട് മീറ്ററുകളോളം ദൂരത്തിൽ ഈ അമ്പലത്തിൻ്റെ തൊട്ട് പുറകിലല്ല, അതിൻ്റെ ഇനിയിപ്പോൾ നമ്മൾ ഈ മതിലും കയറി വേണം, നമ്മൾ പടി കയറി വേണം അമ്പലത്തേക്ക് കിടക്കാൻ. ഒന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ ദൈവമേ. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണത്തിലെ രാജാവോ അതിൻ്റെ രാജവംശമോ ചരിത്രമോ ഒന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ കണ്ണിൽ കണ്ട ഈ അത്ഭുതകരമായ കാര്യം ഞാൻ നിങ്ങളോടൊന്ന് എന്നെ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തറ കണ്ടോ, ആ തറയും അതിൻ്റെ ആ മിറ്റവും എല്ലാം കല്ലുകൊണ്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്, കല്ല് പാകി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്കിനി ഈ ക്ഷേത്രത്തിൻ്റെ മറ്റു വശങ്ങളും ഇതിന് ചുറ്റും വന്ന് കാണാനുണ്ട്. നിരവധി അത്ഭുതങ്ങൾ കാണാനുണ്ട്. അത് നമുക്ക് കാണണമെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.